പറഞ്ഞു വന്നത് എന്തായിരുന്നു? നോൺ അക്വസ് സോൾവെന്റ്സ്. നോൺ അക്വസ് സോൾവെന്റ്സിലുള്ള പ്രധാനപ്പെട്ട റിയാക്ഷൻസ്, ആസിഡ് ബേസ് റിയാക്ഷൻസ്, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് എന്നൊക്കെ കുറേ ടൈപ്പ് കണ്ടു കഴിഞ്ഞു. ഓക്കെ, നമ്മളന്ന് പറഞ്ഞത് നമ്മൾ ഒരു സോൾവെന്റ് ലിക്വിഡ് അമോണിയ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോൺ അക്വസ് സോൾവെന്റ്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ബാക്കി സോൾവെന്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതേ സ്റ്റൈലിൽ തന്നെയാണ്, വേണമെങ്കിൽ നോട്ടോടെ കോപ്പിക്കാം. അതായത് സീ സംതിങ് അബൌട്ട് എ ലിക്വിഡ് അമോണിയ. നമ്മുടെ നോൺ അക്വസ് സോൾവെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ ദറ്റ് ഈസ് ലിക്വിഡ് അമോണിയ. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ദ മോസ്റ്റ് വാട്ടർ ലൈക്ക് സോൾവെന്റ്. വാട്ടറിനെ പോലെ വാട്ടറിനെ പോലെയല്ല, വാട്ടർ ലൈക്ക് അതേ പാരലൽ ബിഹേവിയർ കാണിക്കുന്ന ഒരു സോൾവെന്റ് ആണ് ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ടിട്ടില്ല. നമ്മുടെ ലാബിൽ കാണുന്ന അമോണിയ അല്ല, അത് മാറിപ്പോയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലാബിൽ കാണുന്ന അമോണിയ ഈസ് അമോണിയ സൊല്യൂഷൻ. ആ കോൺസെൻട്രേറ്റഡ് സ്ട്രോങ് അമോണിയ ആയാലും അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് ആയാലും അതൊക്കെ എന്താണ്? ദാറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് അമോണിയ ഗ്യാസ് ഓർ അമോണിയ ഇൻ വാട്ടർ. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കെമിക്കൽസ് വാങ്ങുന്നിടത്ത് കിട്ടുന്നത് സ്ട്രോങ് സൊല്യൂഷനാണ്. പരമാവധി വെള്ളത്തിൽ അമോണിയ നോർമൽ പ്രഷറിലും ടെമ്പറേച്ചറിലും എത്ര അമോണിയ ലയിക്കും അത്രയും ലയിച്ചിരിക്കും. അതാണ് അത് തുറക്കുമ്പോൾ നല്ല അമോണിയ ഗ്യാസിന്റെ സ്മെല്ല് വരുന്നത്. മനസ്സിലായില്ലേ? ഇതല്ല, ഇതെന്താണ്? ലിക്വിഫൈഡ് അമോണിയ ഓർ എൻഹൈഡ്രസ്. വാട്ടർ അതിലില്ല, ലിക്വിഫൈഡ് അമോണിയ. അമോണിയ തന്നെ കംപ്രസ് ചെയ്തിട്ടോ തണുപ്പിച്ചിട്ടോ ലിക്വിഫൈ ചെയ്ത് നമ്മൾ പറയുന്നത് ലിക്വിഡ് അമോണിയ എന്ന് പറയാം. അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഏകദേശം -30, നമ്മൾ നേരത്തെ പറഞ്ഞ .3°C ആണ്. മറ്റേത് ഫ്രീസിംഗ് പോയിന്റ് -77 സംതിങ് ഉണ്ട്, കുഴപ്പമില്ല. റഫ്ലി ഈ പോയിന്റ് നൽകാറത്തില്ല, -77ഉം -33 ആണ് അതിന്റെ മെൽറ്റിംഗ് ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. അണ്ടർ നോർമൽ പ്രഷർ, ഓഫ് കോഴ്സ് നോർമൽ പ്രഷറിൽ. അതുകൊണ്ട് തന്നെ ഇത് ലിക്വിഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയാണ്, -77 മുതൽ -33 വരെയാണ് അതിന്റെ ലിക്വിഡ് റേഞ്ച് എന്ന് പറയുന്നത്. And of course we need a special equipment to handle liquid ammonia. സാർ നമ്മൾ റൂം ടെമ്പറേച്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണ്? അമോണിയ ലിക്വിഡ് ആണ്, പെട്ടെന്ന് തന്നെ വേപ്പറൈസ് ചെയ്ത് പോകും. ഒരുപാട് പ്രശ്നങ്ങൾ, ഭയങ്കര പോയിസണസ് ആണ് അമോണിയ, കൊറോസീവ് ആണ്, പിന്നെന്താണ് ഇറിറ്റേറ്റിംഗ് ആണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വി നീഡ് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ടു ക്യാരി ഔട്ട് എക്സ്പെരിമെന്റ്സ് ഇൻ ആ ഭാഗത്തേക്ക് നമ്മളധികം പോകണ്ട. ലിക്വിഡ് അമോണിയ, അത് ലിക്വിഡ് അമോണിയന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് അവസാനം അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയാന്നല്ലാണ്ട് അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം അതൊരു സോൾവെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിന്റെ മറ്റു പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അമോണിയ ഈസ് എ ഹൈലി അസോസിയേറ്റഡ് molecule just like water. That's why the boiling point is -33. നമുക്കറിയാം നൈട്രജൻ എന്താണ് ഗ്രൂപ്പ് 15 നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത് എക്സെട്ര, all these forms hydrides. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഈ ഹൈഡ്രൈഡ്സിലെ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ് വേണ്ടതായിരിക്കാണ് അമോണിയക്കാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ അമോണിയക്കാണുള്ളത്. അതിന്റെ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബിക്കോസ് ഓഫ് ദ മോളിക്യൂൾസ് ആർ അസോസിയേറ്റഡ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. എന്നിട്ട് പോലും അത് -33 ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് compared to the boiling points of all these hydrates. Group 15 hydrides have boiling points much less than -33. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ബോണ്ട് വരുന്നതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഇങ്ങോട്ട് കുറഞ്ഞു എടുക്കാൻ പെട്ടെന്ന് അമോണിയന്റെ കേസ് കൂടുകയാണ്. ജസ്റ്റ് ലൈക്ക് വാട്ടർ ആൻഡ് അതർ ഹൈഡ്രൈഡ്സ് ഓഫ് ദി ഗ്രൂപ്പ് 16, ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രജൻ സെലീനൈഡിനൊക്കെ അപേക്ഷിച്ച് വാട്ടറിന്റെ വോളിയം പോയിന്റ് വളരെ, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ, ഇതൊക്കെ നമുക്കറിയാം, അതൊന്നും വലിയ പ്രശ്നമല്ല ഇവിടെ. And we can see that it has a polar solvent and it has a dielectric constant. Dielectric constant എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. Dielectric constant എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ it is the power of the solvent to reduce the attractive force between the cation and sodium chloride മറ്റേ ലയിപ്പിക്കാൻ സോഡിയം ക്ലോറൈഡ് തമ്മിലുള്ള അട്രാക്ഷൻ കുറക്കാനുള്ള സോൾവെന്റിന്റെ ഒരു കഴിവാണ്. നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ട് പല സ്ഥലത്തൊക്കെ, ഇപ്പൊ അതൊന്നും പറയാൻ സമയമില്ല. And we can see the dielectric constant of liquid ammonia is much less than that of water. വാട്ടറിന്റെ വളരെ കൂടുതലാണ്. ഇത് 100ന്റെ അടുത്ത് വരും, ഇത് 100ന്റെ അടുത്ത് വരും. മറ്റേത് ഏകദേശം -50°C
ഏകദേശം 22 or something like that ആണ് അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. വാട്ടറിന് ഏകദേശം 1/5 ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ളൂ. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുക എന്ന് പറഞ്ഞാൽ സോൾവെന്റിന്റെ കപ്പാസിറ്റി എന്താണ്? It can decrease or reduce the force of attraction between the cation and anion in the solvent. എന്ന് പറഞ്ഞാൽ എന്താണ്? It will be a better solvent for ionic solutes. A solvent which has a higher dielectric constant will be a better solvent for ionic solutes. So when we compare water and the liquid ammonia, we can see that water is having a comparatively high dielectric constant. ഇത് ഹൈഡ്രജൻ ആണെങ്കിലും വാട്ടറിനേക്കാൾ വളരെ കൂടുതലാണ്. വാട്ടർ വിൽ ബി എ very good solvent for നമുക്കറിയാം ionic solutes. Whereas liquid ammonia of course can dissolve many ionic solutes, but its capacity to dissolve ionic solutes is less when compared to that of water. We can say liquid ammonia is a poor solvent for ionic solutes compared to water. Why? Because of the difference in the dielectric constant of water and ammonia. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ലിക്വിഡ് അമോണിയയിലെ അയോണിക് സൊല്യൂട്ട്സ് ലയിക്കും. പക്ഷെ ലയിപ്പിക്കാനുള്ള കപ്പാസിറ്റി അതിൽ ആരെ അപേക്ഷിച്ച് കുറവാണ്? വാട്ടറിനെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. അതേസമയം തന്നെ ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് അമോണിയ ഈസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വാട്ടറിനെക്കാളും വിസ്കോസിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ വിസ്കോസിറ്റിയും അതിന്റെ സോൾവെന്റ് പ്രോപ്പർട്ടിനെ ബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഡയലക്ട്രിക് കോൺസ്റ്റന്റിലുള്ള കുറവിനെ ഒരു പരിധിവരെയെങ്കിലും ഓവർകം ചെയ്യാൻ അതിന്റെ വിസ്കോസിറ്റി കുറഞ്ഞിരിക്കുന്നത് സഹായിക്കും. മനസ്സിലായല്ലോ പറഞ്ഞത്? അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചത്ര മോശം സോൾവെന്റ് ഒന്നുമല്ല ആര്? ലിക്വിഡ് അമോണിയ കമ്പയർഡ് ടു വാട്ടർ. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വാട്ടറിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന്റെ കപ്പാസിറ്റി ടു ഡിസോൾവ് അയോണിക് സൊല്യൂട്ട് ലെസ് ആണ്. അതേസമയത്ത് തന്നെ അതിന്റെ എന്താണ് വിസ്കോസിറ്റി കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് സോൾവെന്റ്. നമുക്കറിയാം വിസ്കോസിറ്റി കുറഞ്ഞിരുന്നാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അമോണിയയുടെ സോളിഡ് പ്രോപ്പർട്ടീന ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കൊണ്ട് വരുന്ന അതിന്റെ കുറവ് ഒരു പരിധി വരെ അതിന്റെ വിസ്കോസിറ്റി കുറഞ്ഞത് കൊണ്ട് രണ്ടും കുറവാണ്. വിസ്കോസിറ്റി കുറവാണ്, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കുറവാണ് ലിക്വിഡ് അമോണിയക്ക്. പക്ഷെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കുറയുന്നത് സോലിബിലിറ്റിനെ നന്നായി ബാധിക്കും. വിസ്കോസിറ്റി കുറഞ്ഞ ഒരു പരിധി വരെ അത് ഒഴിവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സംവാട്ട് എ ഗുഡ് സോൾവെന്റ് ഫോർ കണ്ടക്ടിങ് അയോണിക് റിയാക്ഷൻസ്. അയോൺസിന്റെ മൂവ്മെന്റിനൊക്കെ നന്നായിട്ട് ബാധിക്കുന്നതാണ് വിസ്കോസിറ്റി. നമുക്കറിയാം അയോൺ മൂവ്മെന്റ്സ് വിസ്കോസിറ്റി കുറഞ്ഞാൽ ക്യാൻ മൂവ് ഫാസ്റ്റർ ഇൻ ദി മീഡിയം. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് എ ലാർജ് നമ്പർ ഓഫ് കോവാലന്റ് സൊല്യൂട്ട്സ്, അയോണിക് അല്ലാത്തത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ അതിന്റെ സോലബിലിറ്റി വാട്ടറിനെ അപേക്ഷിച്ച് ഇതിൽ വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കുക. ബിക്കോസ് ഓഫ് ദി പുവർ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് എ ഗുഡ് സൊല്യൂട്ട് ഫോർ കോവാലന്റ് സോൾട്ട്സ് കമ്പയർഡ് ടു അയോണിക് സോൾയൂട്ട്സ്. അയോണിക് സൊല്യൂട്ടിന്റെ സോലബിലിറ്റി ഉണ്ടെങ്കിലും അതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ കൂടുതൽ ഡിസോൾവ് ചെയ്യുന്നത് എന്താണ്? കോവാലന്റ് ആയിട്ടുള്ള സൊല്യൂട്ട്സ് ആണ്. ജസ്റ്റ് ലൈക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് പലതും നമുക്കറിയാം വാട്ടറിലെ പല ഓർഗാനിക് കോമ്പൗണ്ട്സ് സോലബിലിറ്റി വളരെ പുവറാണ്. അവർ ലിക്വിഡ് അമോണിയ അത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിന് ജനറൽ ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ പ്രധാന കാര്യങ്ങൾ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ദാറ്റ് ഒക്കർ ഇൻ ലിക്വിഡ് അമോണിയ. നമ്മൾ ജനറൽ ആയിട്ട് 4-5 ക്ലാസ് കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ എവിടെയും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഏതൊക്കെ ടൈപ്പ് റിയാക്ഷൻസ് ആണ്? ഒന്നാമത്തത് precipitation reactions or metathesis reactions. അല്ലേ, നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ precipitation എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? You can see that a precipitation reaction occurs mainly due to the difference or in the solubility or decreased solubility of certain substances in the ഒരു സോൾവെന്റിൽ എപ്പോഴാണ് precipitation നടക്കുക? അതിന്റെ solubility വളരെ കുറഞ്ഞിരിക്കുമ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു precipitation ആണ് എന്താണ്? ഫോർ എക്സാമ്പിൾ ബേരിയം ക്ലോറൈഡ് പ്ലസ് സോഡിയം സൾഫേറ്റ്. അല്ലേ, നമുക്ക് വളരെ പരിചയമുള്ളൊരു റിയാക്ഷൻ ആണ്. ബേരിയത്തിന്റെ ഒരു ടെസ്റ്റ് ആണ് എന്ത്? അതിന് സോഡിയം സൾഫേറ്റോ പൊട്ടാസ്യം സൾഫേറ്റോ സൾഫ്യൂരിക് ആസിഡോ എനി സോല്യൂബിൾ സൾഫേറ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you can see the precipitation of a barium sulfate. Barium sulfate is precipitated. Barium chloride is soluble in water. Sodium sulfate is soluble in water. Sodium chloride also is soluble in water. But barium sulfate is insoluble in water. That's why we notice that it is precipitated from an aqueous solution in which we add or we mix barium ions with sulfate ions. നിങ്ങൾ ആലോചിക്കുക, ഒരു സൊല്യൂഷൻ നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞു. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇതിൽ ബേരിയം അയോൺസ് ഉണ്ടാവും,
എന്തുണ്ടാവും? ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും. വേറെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ H2SO4 Na2SO4 Na2SO4 എടുത്തു കഴിഞ്ഞു അല്ലേ? അതിലെന്തുണ്ടാവും? Na+ അയോൺസും ഉണ്ടാവും, SO4 2- അയോൺസും ഉണ്ടാവും. ഇത് രണ്ടും കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക? യെസ്, you can see that barium ions combine with sulfate ions forming barium sulfate. എന്തുകൊണ്ട് കമ്പൈൻ ചെയ്യുന്നു? ബിക്കോസ് the solubility of barium sulfate is very poor in water. അതേസമയത്ത് അതിന് ബാക്കി എന്തുണ്ടാവും? അതിലെന്തുണ്ടാവും? സോഡിയം ക്ലോറൈഡ് അവിടെ തന്നെ ഉണ്ടാകണം. സോഡിയം ക്ലോറൈഡ് അപ്പോഴും സോഡിയം അയോൺ ആയിട്ടും ക്ലോറൈഡ് അയോൺ ഉണ്ട്. അപ്പോൾ സൊല്യൂഷനിൽ ഇപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാകുന്ന സാധനത്തിൽ എന്താണ്ടാവുക? ബേരിയം സൾഫേറ്റ് സോളിഡ് ഉണ്ടാവും, സോഡിയം അയോൺസ് ഉണ്ടാവും, ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും. You see, all these ions are solvated. ഇതൊന്ന് ഫ്രീ ആയിരിക്കും ശ്രദ്ധിക്കുക. barium ion is solvated. Solvation എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, it is surrounded by a sheath of solvent molecules. Due to the polar nature of water, we can see that yes, the cation is surrounded by water molecules in such a way that the negative end of the dipole water molecule is pointing towards the barium ions. And sulfate ion, chloride ion is also solvated, but yes, the water molecules are arranged around the chloride ions in such a way that yes, the positive end of the water molecule is a positive end of the dipole. Water molecule is a dipole because a positive end and a negative end. Chloride angle നമുക്കറിയാം പോസിറ്റീവ് എൻഡിനെ നേരെ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെയാണ് സോൾവേറ്റ് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? Barium sulfate due to its very high lattice energy, it will not be ionized in water, so it will be present as a solid. That's why we notice the precipitation. അപ്പോൾ ഈ സോലിബിലിറ്റിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് precipitation വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ we can see that a substance which is not precipitated in a particular solvent may be sodium chloride precipitate ചെയ്യുന്നില്ല, may be precipitated in another solvent. Similarly, a substance which is soluble in one solvent, sodium chloride soluble ആണ്, may be precipitate in another solvent. ഈ സാധനം ചിലപ്പോൾ precipitate dissolve ചെയ്യും, ഈ സാധനം ചിലപ്പോൾ precipitate ചെയ്യും. ചിലപ്പോൾ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യാതെ കിടക്കുകയും ബേരിയം സൾഫേറ്റ് ഡിസോൾവ് ചെയ്യുന്ന ഒരു കേസ് വരാൻ പറ്റിയ ഒരു സോൾവെന്റ് ഉണ്ടെങ്കിൽ മനസ്സിലുണ്ടോ പറയുന്നത്? and you can see that നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വേറൊരു precipitation reaction ആണ് മഷി വരുന്നില്ല സിൽവർ നൈട്രേറ്റ് ആൻഡ് ബേരിയം ക്ലോറൈഡ്. നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ക്ലോറൈഡ് അയോണിന്റെ ഒരു ടെസ്റ്റ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. എന്താണ്? സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ സിൽവർ ക്ലോറൈഡ് precipitate ചെയ്യും. We can see that 2AgNO3 plus BaCl2 giving 2AgCl plus BaNO3 twice. And in aqueous medium you can see that silver chloride is precipitated. KD white precipitate നമുക്ക് അറിയാൻ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം, isn't it? അപ്പോൾ ഈ റിയാക്ഷൻ aqueous മീഡിയത്തിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. എന്തുകൊണ്ട്? barium chloride is soluble, silver nitrate is soluble, barium nitrate also is soluble, but silver chloride is insoluble in water. And it can be precipitated in water. ഇതേ റിയാക്ഷൻ നമ്മൾ ലിക്വിഡ് അമോണിയയിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ you can see that silver chloride is soluble in liquid ammonia. So we can have a solution of silver chloride in liquid ammonia. Barium nitrate, almost all nitrates are soluble in liquid ammonia. And if you mix these two solutions, we can see that barium chloride is precipitated. The same reaction നമ്മൾ നേരെ തിരിച്ചാണ് നടക്കുക. ഇവിടെ silver chloride and barium nitrate both are soluble, and if you mix these two, ശ്രദ്ധിക്കുക, ഇതെവിടെയാണ്? ഇത് in ammonia ആണ്, ഇതെവിടെയാണ്? in water ആണ്. So in water you can see barium chloride react with silver nitrate forming a precipitate of silver chloride. A liquid ammonia ആണെങ്കിലോ silver chloride soluble ആണ്. You can take silver chloride solid and dissolve it in liquid ammonia. You can dissolve barium nitrate in liquid ammonia, and we can see that if you mix these two solutions together, you can see barium chloride is precipitated because of the poor solubility of a barium chloride in liquid ammonia. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇത് നേരെ തിരിച്ചാണ് നടക്കുന്നത്, മനസ്സിലാക്കും. ഇപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റ് ചേർത്താൽ പൊട്ടാസ്യം നൈട്രേറ്റ് സിൽവർ
chloride plus potassium nitrate. You see potassium chloride plus silver nitrate in ammonia. ഇവിടെ കാണുന്നത് എന്താണ്? അക്വസ് മീഡിയത്തിലെ റിയാക്ഷൻ നേരെ തിരിച്ചാണ്. നമുക്കറിയാം ക്ലോറൈഡ് ഡസ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പൊട്ടാസ്യം ക്ലോറൈഡ് soluble in water, silver nitrate is soluble in water, and if you mix these two solutions you can get a precipitate of a silver white gaudy precipitate, silver chloride. ഇവിടെ അതല്ല, silver chloride is soluble in liquid ammonia, potassium nitrate is soluble in liquid ammonia, and if you mix these two you can see the precipitate of a potassium chloride. Potassium chloride is a precipitated in ammonia because of the poor solubility of a potassium chloride in liquid ammonia. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീഡിയത്തിലെ സോല്യൂബിൾ ആയ സാധനം എന്താണ്? ബേരിയം ക്ലോറൈഡ്. Barium chloride is soluble in water, but in liquid ammonia it is precipitated. Silver chloride is soluble in liquid ammonia, but it is insoluble in water. So it is precipitated in water. മനസ്സിലായില്ലേ? Silver chloride liquid ammonia കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. Silver chloride liquid ammonia soluble ആണ്. Silver chloride water insoluble ആണ്. Can be precipitated in water. Barium chloride water soluble ആണ്. അതേ സമയത്ത് liquid ammonia insoluble ആണ്. Potassium chloride is soluble in water, but it is insoluble in liquid ammonia. So such a precipitation reactions of the type AB plus CD പോലെയാണ് ഇത്. Metathesis reactions, double displacement reactions ഒക്കെ പറയുന്ന reactions നടക്കും. മാത്രമല്ല നടക്കുന്നതിന്റെ ഡയറക്ഷൻ തന്നെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. And you can conduct a lot of precipitations in liquid ammonia. ഇതിനൊപ്പം ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഒരു വ്യത്യാസം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. വാട്ടറിൽ നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ലിക്വിഡ് അമോണിയയിൽ നടക്കും. ഇത് വാട്ടർ നടക്കുന്ന എങ്ങനെയായിരിക്കും? വാട്ടർ നടക്കുന്ന ഇങ്ങോട്ടായിരിക്കും, ലിക്വിഡ് അമോണിയയിൽ അങ്ങോട്ടായിരിക്കും. ശ്രദ്ധിക്കുക, ഇത് റിവേഴ്സിബിൾ റിയാക്ഷനോ അങ്ങനത്തെ റിയാക്ഷനോ ഒന്നുമല്ല. സോൾവെന്റ് മാറുമ്പോൾ റിയാക്ഷന്റെ ഡയറക്ഷൻ മാറുന്ന മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വെള്ളത്തിലേക്ക് അമോണിയ ചേർത്ത് തിരിച്ചു വരുന്ന ചിന്തിക്കരുത്. ലിക്വിഡ് അമോണിയ മീഡിയത്തിലാണെങ്കിൽ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, വാട്ടർ മീഡിയത്തിലാണെങ്കിൽ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? വാട്ടർ മീഡിയത്തിലാകുമ്പോൾ ഇത് സോല്യൂബിൾ ആണ്. സോല്യൂബിൾ ആയ സാധനം കൊണ്ട് നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് സിൽവർ ക്ലോറൈഡ് ഈസ് precipitate in water. ലിക്വിഡ് അമോണിയയിലാണെങ്കിലോ ഇത് സോല്യൂബിൾ ആണ്, ഇത് സോല്യൂബിൾ ആണ്. പൊട്ടാസ്യം ക്ലോറൈഡ് ഈസ് insoluble. പൊട്ടാസ്യം ക്ലോറൈഡ് ഈസ് precipitated in liquid ammonia. പക്ഷേ അമോണിയ ഒരു കാര്യമുള്ള, മിക്കവാറും എല്ലാ നൈട്രേറ്റുകളും സോല്യൂബിൾ ആണ്. അമോണിയത്തിന്റെ എല്ലാ സോൾട്ടുകളും സോല്യൂബിൾ ആണ്. ക്ലിയർ ആവും. മനസ്സിലായില്ലേ? അപ്പൊ ഈ precipitation മാത്രമല്ല. ഫോർ എക്സാമ്പിൾ ഈ strontium nitrate. Ammonium salts are soluble. Strontium bromide is insoluble. We can see that if you mix strontium nitrate to ammonium bromide, can precipitate strontium bromide. Strontium bromide വാട്ടറിൽ soluble ആണ്, പക്ഷെ ഇവിടെ അത് insoluble ആണ്. ഇവിടെ ഇത് വാട്ടറിൽ ഇത് soluble, ഇത് soluble, ഇത് soluble. വാട്ടറിൽ ഇവരുടെ മിക്സ് ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണ്? ഏതുപോലെ ഇരിക്കും വാട്ടറിൽ ഇത് മിക്സ് ചെയ്താൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ബേരിയം ക്ലോറൈഡും പൊട്ടാസ്യം നൈട്രേറ്റും മിക്സ് ചെയ്യുന്ന വിചാരിച്ചോ. ബേരിയം ക്ലോറൈഡും പൊട്ടാസ്യം നൈട്രേറ്റും വാട്ടറിൽ മിക്സ് ചെയ്യുന്ന ഉണ്ടാവുക ബേരിയം ക്ലോറൈഡ് പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ്. ഇഫ് യു മിക്സ് ദീസ് ടു ഇൻ വാട്ടർ, nothing will be noticed because ഇത് മാറി എന്താണ്? ബേരിയം നൈട്രേറ്റും പൊട്ടാസ്യം ക്ലോറൈഡും ആണ്. അത് രണ്ടും സോല്യൂബിൾ ആണ്. ശരിക്കും പറഞ്ഞാല് ആ സൊല്യൂഷനിൽ എന്തുണ്ടാവും? ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ബേരിയം അയോൺസ് ഉണ്ടാവും, ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും, പൊട്ടാസ്യം അയോൺസ് ഉണ്ടാവും. പിന്നെ എല്ലാ അയോൺസും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ആരും തമ്മിലും ഒരു വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? That means it is not precipitated. പറയുന്നത് ക്ലിയർ ആണല്ലോ? അതേ സമയത്ത് സിൽവർ നൈട്രേറ്റ് ആണെങ്കിലോ സിൽവർ ക്ലോറൈഡ് ഉടനെ precipitate ചെയ്യും. മനസ്സിലായില്ലേ? Potassium nitrate and silver nitrate ആണെങ്കിൽ you can see silver chloride is precipitated. Why? Because of its solubility is much less or is low in water. മനസ്സിലായി? സിൽവർ ക്ലോറൈഡിന്റെ സോളിബിലിറ്റി കുറഞ്ഞുകൊണ്ടത്, ഇവിടെ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ സോളിബിലിറ്റി കൂടിയുകൊണ്ടത് precipitate ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല അയോൺസ് അതിലുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇതും കൂടി നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. കാരണം സോൺഷ്യം നൈട്രേറ്റ് ഈസ് സോല്യൂബിൾ, അമോണിയം ബ്രോമൈഡ് ഈസ് സോല്യൂബിൾ, സോൺഷ്യം ബ്രോമൈഡ് ഈസ് സോല്യൂബിൾ, അമോണിയം നൈട്രേറ്റ് ഓൾസോ ഈസ് സോല്യൂബിൾ. But you can precipitate the same thing in liquid ammonia because of the very low solubility of a strontium bromide in liquid ammonia. But liquid ammonia solution of strontium nitrate mixed with ammonium bromide, you can see that
strontium bromide is precipitated. ബാക്കി എന്താ നമുക്കറിയാം, അമോണിയം നൈട്രേറ്റ് ഉണ്ടാവും. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? strontium bromide or zinc nitrate plus a ammonium iodide. You can see that as zinc iodide Zn(I2) is precipitated. zinc iodide water soluble ആണ്. വാട്ടർ നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റില്ല. വാട്ടർ precipitate ചെയ്യാൻ പറ്റാത്ത സാധനം നമുക്ക് എന്ത് ചെയ്യാം? ലിക്വിഡ് അമോണിയം സോളിഡ് ഉപയോഗിച്ച് precipitate ചെയ്യിക്കാവുന്നതാണ്. If you want to prepare zinc iodide, you can mix zinc nitrate and ammonium iodide in liquid ammonia, not in water. Is it clear? അതേപോലെ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ metallic sulfides can also be precipitated. Metallic sulfides. കാരണം ഇതില് ammonium sulfide is soluble in liquid ammonia. Ammonium sulfide. നേരത്തെ പറഞ്ഞ അമോണിയത്തിന്റെ എല്ലാ സോൾട്ടുകളും ലിക്വിഡ് അമോണിയയിൽ soluble ആണ്. So if you, I will say cupric nitrate. NH4 twice as ammonium sulfide. You can see that yes, CuS is precipitated. മറ്റേതാരോ അമോണിയം നൈട്രേറ്റ് ആണ്. കുഴപ്പമില്ല, മനസ്സിലായില്ലേ? കുപ്രിക് സൾഫൈഡ്, സിങ്ക് സൾഫൈഡ്, കാഡ്മിയം സൾഫൈഡ്, ഇതൊക്കെ നമുക്ക് precipitate ചെയ്യാം by mixing together as the ammonium sulfide solution with the corresponding metal salt. Salt എന്ന് പറഞ്ഞാൽ കഴിയുന്ന നൈട്രേറ്റ് ഉപയോഗിക്കുക. കാരണം എന്താണ്? നൈട്രേറ്റിന്റെ സോളിബിലിറ്റി ലിക്വിഡ് അമോണിയ വളരെ കൂടുതലാണ്. ക്ലോറൈഡിന്റെ സോളിബിലിറ്റി ഓൾമോസ്റ്റ് ഇല്ല. അപ്പോൾ അപൂർവം ക്ലോറൈഡ് മാത്രമേ ലയിക്കും. മിക്കവാറും ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് മാത്രമേ ലയിക്കുന്നുള്ളൂ. ബ്രോമൈഡിന്റെ സോളിബിലിറ്റി ക്ലോറൈഡിന്റെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചമാണ്. അയഡൈഡിന്റെ സോളിബിലിറ്റി വളരെ കൂടുതലാണ്. മനസ്സിലായി? സോളിബിലിറ്റീസ് ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്. അയഡൈഡാണ് കൂടുതൽ സോളിബിൾ ആകുന്നത്. ആരില്? ഇൻ ലിക്വിഡ് അമോണിയ. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ റിയാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ എടുക്കുന്നത് ആരായിരിക്കും? നൈട്രേറ്റുകളാണ് എടുക്കുന്നത് ഏറ്റവും നല്ലത്. നൈട്രേറ്റ്സ് ആർ ഹൈലി സോളിബിൾ ഇൻ ലിക്വിഡ് അമോണിയ. ആൻഡ് അമോണിയം ഓൾസോ ആർ, അമോണിയം സോൾട്ട്സ് ആർ ഓൾസോ സോളിബിൾ. എല്ലാ അമോണിയം സോൾട്ടുകളും മിക്കവാറും അമോണിയം ക്ലോറൈഡ് ആയാലും അമോണിയം സൾഫേറ്റ്, അവിടെ നൈട്രേറ്റ് ക്ലോറൈഡ് ഒന്നുമില്ല. അമോണിയം ക്ലോറൈഡ് ആയാലും അമോണിയം നൈട്രേറ്റ്, അമോണിയം സൾഫേറ്റ് ആയാലും അമോണിയം തയോസൈനേറ്റ് ആയാലും ഓൾമോസ്റ്റ് ഓൾ അമോണിയം സോൾട്ട്സ് ആർ soluble in liquid ammonia. Of course, either a little or more or less high solubility ഉണ്ട് ആർക്ക്? അമോണിയം സോൾട്ടിന് ലിക്വിഡ് അമോണിയ. പറയുന്നത് മനസ്സിലാകുന്നില്ല? അപ്പൊ ഇത് precipitation reactions. You can be conduct different types of precipitation reactions. രണ്ട് മൂന്ന് ഓർത്ത് ഒന്നാമത്തെ നമ്മൾ വാട്ടറുമായിട്ടുള്ള കമ്പാരിസൺ ഓർത്ത് വെക്കുക. രണ്ടാമത് certain metallic halides like zinc iodide or strontium bromide can be precipitated. Metallic sulfides can be precipitated. പിന്നെ ഒരുപാടുണ്ട്. നമ്മൾ മുഖ്യ എക്സാമ്പിളുകളാണ്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ടത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ് ഓർ ആസിഡ് ബേസ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ആസിഡ് ബേസ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. ആസിഡ് ബേസ് റിയാക്ഷൻസ് നമ്മൾ നേരത്തെ സോൾവെന്റ് സിസ്റ്റം കൺസെപ്റ്റിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. കാഡി ആൻഡ് എൽസി എന്താ പറയുന്നത്? എനി സബ്സ്റ്റൻസ് which when dissolved in a particular solvent, if it increase the concentration of the cation characteristic of that solvent, that is an acid. And if the substance when added to the solvent increases the concentration of the anion characteristic of the solvent, it is a base. പഠിത്തോർമ്മ ഉണ്ടാവണം. കാറ്റയോൺ ആനോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സോൾവെന്റിന്റെ സെൽഫ് അയണൈസേഷനിൽ കൊണ്ടുണ്ടാകുന്ന കാറ്റയോൺ ആനോണാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കാറ്റയോണും ആനോണും. You know, ammonia undergoes self ionization. Just like അധിക കമ്പാരിസൺ നോക്കുക, വളരെ സിമിലർ ആണ്. In both the cases we can see that this self auto ionization or self ionization or auto ionization involves actually as the transfer of a proton between two similar molecules. ഒരു കൊടുക്കൽ വാങ്ങൽ. രണ്ട് വാട്ടർ മോളിക്യൂളിന്റെ ഒരു വാട്ടർ മോളിക്യൂൾ പ്രോട്ടോണിനെ മറ്റേ വാട്ടർ മോളിക്യൂളിന് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് OH മൈനസ് ആയിരിക്കും. കിട്ടിയാൽ എന്താവും? H2O H3O പ്ലസ് ആവും. ഇതിന് ഇവിടെ നടക്കുന്നത് അമോണിയ എന്ന പ്രോട്ടോൺ ഒഴിവാകുന്നു, അത് അമൈഡ് അയോണായി. ആ പ്രോട്ടോൺ വേറെ അമോണിയം മോളിക്യൂൾ കിട്ടുന്നു, അതെന്തായി? അത് അമോണിയം അയോണായി.
So ammonium ion is a characteristic anion of ammonia and amide ion is a characteristic anion of liquid ammonia. So we can see that any species which increase the concentration of the cation characteristic of that solvent is an acid in that solvent. അല്ലാതെയല്ല ആ സോൾവെന്റിൽ ലിക്വിഡ് അമോണിയയിൽ പാരാണ് ആസിഡ്. ലിക്വിഡ് അമോണിയയിൽ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അമോണിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ സാധാരണ ലിക്വിഡ് അമോണിയയിൽ കുറച്ച് അമോണിയം അയോൺസ് ഉണ്ടാവും. പറയുന്നത് മനസ്സിലാട്ടോ. അതിനെപ്പറ്റി ഒരു വാക്കുകൂടി പറയാം, ശ്രദ്ധിക്കുക. ലിക്വിഡ് അമോണിയയും വാട്ടറും രണ്ടും സെൽഫ് അയണൈസേഷൻ നടത്തുന്നുണ്ട്. Both are ionizing solvents. Both undergo self ionization to a small extent. You know the ionic product of water. Kw. എത്രയാണത്? Is a 1 into 10 raised to minus 40 at say 25 degrees. നമുക്ക് നേരെ അറിയുന്ന കാര്യമാണ്. വാട്ടറിന്റെ ionic product എന്ന് പറഞ്ഞാൽ 10 raised to minus 14 ആണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? See, ionic product എന്ന് പറഞ്ഞാൽ എന്താണ്? molar concentration of H3O plus ions into molar concentration of OH minus ions. ഇത് രണ്ടും ഒന്നായിരിക്കും അല്ലേ? ഒരു H3 ഉണ്ടാവും, ഒരു OH ഉണ്ടാവും, സ്വാഭാവികമാണ്. is equal to 10 raised to minus 40 എന്ന് പറഞ്ഞാൽ molar concentration of OH minus molar concentration of H3O plus എത്രയാണ്? രണ്ടും എത്രയാണ്? 10 raised to minus 7 ആയിരിക്കും. H3O plus equal to molar concentration of OH minus equal to 10 raised to minus 7. 25 degree Celsiusile water എത്രമാത്രം അയണൈസ് ചെയ്യുന്നുണ്ട്? ഓൺലി 10 raised to minus 7 മോളാർ. ഓരോ മോൾ വാട്ടറിലും 10 raised to minus 7 മോൾസ് റിയാക്ട് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? റിയാക്ട് ചെയ്യുന്നത് എന്താണ്? സെൽഫ് അയണൈസേഷൻ നടത്തുന്നത്. 10 raised to minus 7 മോൾസ് 10 raised to minus 7 moles of water, 10 raised to minus 7 10 raised to minus 7 ശരിക്കും ഇരട്ടി ഉണ്ടാവും. അതിൽ ഇത്രയും അയോൺസ് ഉണ്ടാവും. 10 raised to minus 7 ഇരട്ടി എത്രയാണ്? 10 raised to minus 40 ഇല്ല. 2 into 10 raised to minus 7 moles of water will undergo self ionization producing 10 raised to minus 7 moles of H2O plus and 10 raised to minus 7 moles of OH minus. മനസ്സിലാണെന്ന് പറയുന്നത് that is the ionic product of water. നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി നേരത്തെ പഠിച്ചിട്ടുണ്ട്. അമോണിയന്റെ കേസിൽ അത് വളരെ കുറവാണ്. ഏകദേശം 10 raised to minus 33 ആണ്. at minus 50 degree 25 ഗ്യാസ് ആയിരിക്കും. അതുകൊണ്ട് ലോ ടെമ്പറേച്ചർ minus 33 ക്കും minus 77 അടുത്തുള്ള ടെമ്പറേച്ചർ ആണ് minus 50. minus 50 degree Celsius. minus 50 degree Celsius the ionic product of liquid ammonia is only 10 raised to minus 33. That means the self ionization of a liquid ammonia is negligible when compared to that of water. 10 raised to minus 7 ഉം 10 raised to minus 14 ഉം minus 33 തമ്മിൽ ഇതിന്റെ എത്ര ഉണ്ടാവും? അമോണിയം അയോൺസ് എത്ര ഉണ്ട്? ഏകദേശം 10 raised to minus ഒരു 16 അല്ലേ? അതുപോലെ 32 33 ബുദ്ധിമുട്ടാണ്, അറിയില്ല, അത്രയും ഉണ്ടാവും. വാട്ടറിൽ OH മൈനസിന്റെയോ H3O പ്ലസിന്റെയോ കോൺസെൻട്രേഷൻ 10 raised to minus 7 ആണ്. ഇത് 10 raised to minus 16 ആണ്. വളരെ വലിയ വ്യത്യാസമുണ്ട്. That means liquid ammonia undergo self ionization to a very small extent compared to water. Clear ആണല്ലോ? That is shown by the difference in the ionic products and that can be experimentally verified by measuring the conductivity. Pure water ന്റെ conductivity അപേക്ഷിച്ച് ഇതിന്റെ conductivity വളരെ കുറവാകും. വാട്ടറിന്റെ വളരെ കുറവ് നമുക്കറിയാം. അതിന് എത്രയോ കുറവായിരിക്കും ലിക്വിഡ് അമോണിയ because the conductivity depends on the number of ions present in that. Ions വാട്ടറിലെങ്കിൽ കുറച്ചെങ്കിലും ഉണ്ടാവും. ഇത് H3O plus OH minus. ലിക്വിഡ് അമോണിയ പ്യൂർ ആണെങ്കിലോ അതിൽ വളരെ കുറവേ ഉണ്ടാവും. NH4 plus NH2 minus. So that the product of this is only 10 raised to minus 33 whereas in the case of water it is 10 raised to minus 14. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ലിക്വിഡ് അമോണിയ സെൽഫ് അയണൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നത് വാട്ടറിനെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ വാല്യൂസ് നോക്കിയാൽ മനസ്സിലാവും. വാല്യൂസ് നമുക്കാണെങ്കിൽ കാണാൻ നമുക്ക് എക്സ്പെരിമെന്റൽ ആയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇഫ് യു മെഷർ ദ കണ്ടക്ടിവിറ്റി ഓഫ് എ പ്യൂർ വാട്ടർ ആൻഡ് പ്യൂർ ലിക്വിഡ് അമോണിയ വി കൻ സീ ദാറ്റ് ഓഫ് ലിക്വിഡ് അമോണിയ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് വാട്ടർ. എനിവേ there is an ionization and liquid ammonia ionized to give ammonium ions and amide ions. നമ്മൾ മനസ്സിലാതാണ്. അപ്പോൾ ലിക്വിഡ് അമോണിയയിലേക്ക് ചേർക്കുമ്പോൾ അമോണിയം അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന ഏതെങ്കിലും സ്പീഷീസ് ആയാലേ അതെന്താണ്? അതിൽ ആസിഡ് ആണ്. അതുപോലെ അമൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടിയാലേ